അങ്ങനെ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷര നക്ഷത്രം ടാസ്ക് ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക് ആയിരുന്നു, വളരെ രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അപ്പം നമുക്കറിയാം ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന 3 പേരാണ് അക്ബർ, ബിന്നി, ആര്യൻ. ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ക്യാപ്റ്റൻ ഇങ്ങനെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തൊട്ടപ്പുറത്തൊരു ബാസ്ക്കറ്റിൽ കുറേ അക്ഷരങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ആ ബോർഡിൽ കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ സി എന്ന് പറയുന്ന ലെറ്ററാണ് ഇപ്പോൾ ആദ്യം എടുക്കുന്നതെങ്കിൽ ഒരു ടൈമിൽ ഒറ്റ ലെറ്റർ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കൊണ്ട് ഒട്ടിക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ച് വന്ന് ബാസ്ക്കറ്റിൽ നിന്ന് അടുത്ത ലെറ്റർ എടുക്കുക, അത് വീണ്ടും ചെന്ന് ഒട്ടിക്കുക. അങ്ങനെ പിന്നെ എൻ എന്ന് പറയുന്ന ലാസ്റ്റ് ലെറ്റർ ഒരിടത്ത് മാറ്റിയായിരുന്നു വെച്ചിരുന്നത്. അത് ടാസ്ക് വായിച്ചപ്പോഴേ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെഡസ്ട്രിയലിൻ്റെ മുകളിൽ എൻ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടെന്ന്. എങ്കിൽ ഈ പോട്ടൻ ആര്യനാണെങ്കിൽ ആര്യൻ ഈ ഗ്രൗണ്ടിലോട്ട് ചെന്നപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അക്ബർ കണ്ടു, ബിന്നി കണ്ടു, ഈ ആര്യൻ മാത്രം കണ്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ആര്യനാണ് പെട്ടെന്ന് ക്യാപ്റ്റൻ എന്നുള്ളത് ഐ വരെ ചെയ്ത്. എന്നെ ഒറ്റയൊരു ലെറ്റർ ഉള്ളായിരുന്നു. ആര്യൻ ചെയ്ത് കഴിഞ്ഞ് കുറേ സെക്കൻഡുകൾ കഴിഞ്ഞായിരിക്കാം ബിന്നി ഐ വരെ ചെയ്തതെന്നറിയാം. ഈ ആര്യനെ ശ്രദ്ധിച്ചില്ല. പെഡസ്ട്രിയലിൽ അവിടെ ലെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ബിന്നി എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആര്യൻ തപ്പിക്കൊണ്ടിരിക്കുക ബാസ്ക്കറ്റിൽ. അങ്ങനെ ബിന്നി സാവകാശം ചെയ്തു. അങ്ങനെ എന്നുകൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഒനിയിലാണെങ്കിലും ആര്യനോട് പറയുന്നുണ്ട്, നീ അതെന്താ ശ്രദ്ധിക്കാൻ. അക്ബർ പറഞ്ഞു, അക്ബർ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോഴേ എന്ന് പറയുന്ന ലെറ്റർ ഇരുന്നത് കണ്ടെന്ന് പറഞ്ഞു. ബിഗ് ബോസിൻ്റെ സീസണിലെ ആദ്യത്തെ ഒരു വനിതാ ക്യാപ്റ്റനാണെന്ന് പറയാം. ബിന്നി ജയിച്ചപ്പോഴത്തേക്ക് ആദിലയും നൂറയും അനുമോളും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏതായാലും ആര്യൻ വീണ്ടും മണ്ടത്തരം. ആ ഇമ്മ്യൂണിറ്റി ടാസ്കിലാണെങ്കിൽ പോലും ആര്യൻ കറക്റ്റ് പേര് പറഞ്ഞതിന് ശേഷമാണ് ഒന്നുമില്ലാത്തൊരു പേര് പറഞ്ഞാൽ അവിടെ നിന്ന് ഔട്ടായിപ്പോയത്. ഏതായാലും ഈ വീക്ക് ബിന്നിയുടെ വീക്കായിരുന്നു എന്ന് പറയാം. ബിന്നി നോമിനേഷൻ ലിസ്റ്റിൽ വന്നു. എങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നു. ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. കഴിഞ്ഞ വീക്കിൽ കിച്ചൺ ക്യാപ്റ്റനായിരുന്നു, ഈ വീക്കിൽ ഹൗസിൻ്റെ ക്യാപ്റ്റനുമായി. ഇത് ജിസയിൽ പറയുന്നുണ്ട്. ഇത്തവണ ബിന്നിക്കാണ് ലക്കെന്ന് പറയുന്നുണ്ട്. എന്നാലും ആര്യൻ ശുദ്ധമായിട്ട് മണ്ടത്തരം കാണിച്ചെന്ന് തന്നെ പറയാം. ടാസ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആര്യൻ അത്രയും കാലിബറായിട്ട് ചെയ്തു എന്ന് ഓർക്കണം. ആ ബോർഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ആര്യൻ എന്നിന് വേണ്ടി മാത്രം തപ്പുക. ബിന്നി അത് ബുദ്ധിപരമായിട്ട് നീക്കിയത് കൊണ്ട് ബിന്നിക്ക് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടി. ഏതായാലും പുതിയ ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കും നമുക്ക് കാണാം. ഇപ്പം ഹൗസിൽ ബാക്കി ക്യാപ്റ്റന്മാരെയും ഗ്രൂപ്പെല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദിലയും നൂറയും അനുമോളും ബിന്നിയോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നീ ക്യാപ്റ്റൻ ആയിരിക്കണമെന്ന് പറയുന്നു. ഏതായാലും ബിന്നി ക്യാപ്റ്റൻ ആയപ്പോൾ ഇവർ സന്തോഷിച്ചു. ഒനിലോ എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ തുള്ളിച്ചാടുന്ന കണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇവരെല്ലാവരും ഗ്രൂപ്പിസം കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഷാനവാസിന് എന്താ പറ്റിയത്? ഷാനവാസ് ഇവരുടെ അടുത്തോട്ട് അധികം വരുന്നില്ല. ഇനി അടുത്ത ഗെയിം പ്ലാനുമായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഇവരൊരു ഗ്രൂപ്പിസം ആണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നുള്ളത് ഇത്തവണത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി. അതിലേക്ക് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാത്തതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആര്യൻ്റെ ഈ എടുത്തിയാട്ടവും കുഞ്ഞുങ്ങളെയും കാരണമാണ് ആര്യൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയെന്ന് ഉറപ്പുണ്ട്. അക്ബറിന് കുറച്ച് ഇവരത്രയും ഫ്ലെക്സിബിൾ അല്ല ബോഡി, അങ്ങനെ നഷ്ടപ്പെട്ടതാണ്.